ഹായ് എല്ലാവർക്കും BSc മാസ്റ്ററിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഫയറിൻ്റെ മൂന്നാമത്തെ മോക്ക് ടെസ്റ്റാണ്. 2 മോക്ക് ടെസ്റ്റ് ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാരണം നമ്മൾ സിലബസ് ബേസ്ഡ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരം കളയാതെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, താപധാരിതയും വിശിഷ്ട താപധാരിതയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? എന്താണ് പ്രധാന വ്യത്യാസം? ഓപ്ഷൻ സി ആണ് അല്ലേ. ഒരു വസ്തുവിന്റെ ആകെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താനുള്ളതാണ് താപധാരിത. എന്നാൽ യൂണിറ്റ് മാസ് വസ്തുവിന്റെ താപനില ഉയർത്താൻ വേണ്ടതാണ് വിശിഷ്ട താപധാരിത. അല്ലേ? ഈ പ്രസ്താവനയല്ലേ അപ്പോൾ ശരിയായത് വരിക? എന്താണ് താപധാരിത അല്ലെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി? ഹീറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ താപധാരിത എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥത്തിന്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായിട്ടുള്ള താപത്തിന്റെ അളവിനെയാണ് താപധാരിത എന്ന് പറയുന്നത്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ പെർ ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്നാൽ വിശിഷ്ട താപധാരിത എന്ന് പറയുമ്പോൾ 1 കിലോഗ്രാം യൂണിറ്റ് മാസുള്ള ഒരു വസ്തുവിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ താപത്തിന്റെ അളവിനെയാണ് നമ്മൾ വിശിഷ്ട താപധാരിത എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നതും ജൂൾ പെർ കിലോഗ്രാം ആഡ് ആയി വന്നു, ബാക്കി ഡിഗ്രി സെൽഷ്യസ് തന്നെ. ഓക്കെ അല്ലേ? ഇത് കിലോഗ്രാം യൂണിറ്റ് മാസമുള്ള ഒരു വസ്തുവിന്റെ ഊഷ്മാവ് ആകുന്നതുകൊണ്ട് അതിന്റെ യൂണിറ്റിലും കിലോഗ്രാം വന്നു, അത്രേ ഉള്ളൂ, വേറൊരു മാറ്റവും ഇല്ല. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ നൽകിയിരിക്കുന്നവയിൽ വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ഏതാണ്? ചുവടെ തന്നിരിക്കുന്നവയിൽ വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതൽ ഏതിനാണെന്നാണ് ചോദ്യം. ഏതാണ്? ഓപ്ഷൻ സി ജലമാണ് അല്ലേ. ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ള ഒരു പദാർത്ഥമാണ് ജലം. ജലത്തിന്റെ വിശിഷ്ട താപധാരിത എന്ന് പറയുന്നത് 4200 ആണ്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ നമുക്ക് പഠിക്കേണ്ട കുറച്ച് വിശിഷ്ട താപധാരിതകളുണ്ട്. കടൽ ജലത്തിന്റെ പഠിക്കാനുണ്ട്. കടൽ ജലത്തിന്റെ വിശിഷ്ട താപധാരിത എന്ന് പറയുന്നത് 3900 ആണ്. അതുപോലെ തന്നെ ഐസിന്റെ പഠിക്കാനുണ്ട്. ഐസിന്റെ എന്ന് പറയുന്നത് 2130. വെളിച്ചെണ്ണയും കൂടി ഓയിൽ എത്രയാണ്? 2100 ആണ്. ഇരുമ്പ് ഓർത്ത് വെക്കണം. ഇരുമ്പിന്റെ വിശിഷ്ട താപധാരിത എന്ന് പറയുന്നത് 460 ആണ്. ഓക്കെ അല്ലേ? ഇത്ര വിശിഷ്ട താപധാരിതകൾ ഒന്ന് പഠിച്ചു വെക്കുക. മൂന്നാമത്തെ ചോദ്യം, ഭൂമിയിൽ പകൽ സമയത്ത് കടൽക്കാറ്റും രാത്രി സമയത്ത് കരക്കാറ്റും ഉണ്ടാകുന്നതിന് കാരണമാകുന്ന അന്തരീക്ഷ പ്രതിഭാസത്തിന്റെ ശാസ്ത്രീയ തത്വം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ഓപ്ഷൻ സി ജലത്തിന്റെ ഉയർന്ന വിശിഷ്ട താപധാരിത അല്ലെ. ജലത്തിന്റെ ഉയർന്ന വിശിഷ്ട താപധാരിത കൊണ്ടാണ് ഭൂമിയിൽ പകൽ സമയത്ത് കടൽക്കാറ്റും രാത്രി സമയത്ത് കരക്കാറ്റും ഉണ്ടാകുന്നതിനുള്ള കാരണം. ഓക്കെ അല്ലേ? ജലത്തിന്റെ ഉയർന്ന വിശിഷ്ട താപധാരിത എത്രയാണ്? ജലത്തിന്റെ വിശിഷ്ട താപധാരിത 4200 ആണ്, മറക്കരുത്. ഓക്കെ അല്ലേ? നാലാമത്തെ ചോദ്യം നോക്കാം. നാലാമത്തെ ചോദ്യം, പദാർത്ഥങ്ങളുടെ അവസ്ഥാ പരിവർത്തനം നടക്കുമ്പോൾ ഊഷ്മാവിൽ മാറ്റമുണ്ടാകാതെ ആഗിരണം ചെയ്യപ്പെടുകയോ പുറന്തള്ളപ്പെടുകയോ ചെയ്യുന്ന താപത്തെ വിളിക്കുന്ന പേരെന്ത്? ഏത് പേരിലാണ് അത് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ലീനതാപം ആണ് ശരിയായ ഉത്തരം. എന്താണ് ലീനതാപം എന്ന് പറഞ്ഞാൽ? ലീനതാപം എന്ന് പറഞ്ഞാൽ ഖരാവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറ്റം നടക്കുമ്പോൾ നമ്മുടെ ഊഷ്മാവിൽ വർധനവില്ലാതെ സ്വീകരിക്കുന്ന താപമാണ് ലീനതാപം. ഓക്കെ അല്ലേ? അതിന് നല്ലൊരു എക്സാമ്പിളാണ് 100 ഡിഗ്രി സെൽഷ്യസ് ഉള്ള നീരാവിയും അതുപോലെ തന്നെ 100 ഡിഗ്രി സെൽഷ്യസ് ഉള്ള തിളച്ച വെള്ളവും. ഇതിൽ ഏറ്റവും കൂടുതൽ അപകടകാരി ആരാണ്? 100 ഡിഗ്രി സെൽഷ്യസ് ഉള്ള നീരാവിയാണ് അല്ലേ. അതെന്താ പറയാൻ കാരണം? അതായത് നീരാവിയിൽ ജലത്തേക്കാൾ അധികമായിട്ട് എന്തുണ്ട്? ബാഷ്പീകരണ ലീനതാപമുണ്ട്, അടങ്ങിയിട്ടുണ്ട്. ഈ ഒളിഞ്ഞിരിക്കുന്ന താപം നമ്മുടെ ചർമ്മത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് നീരാവി കൊണ്ടുള്ള പൊള്ളൽ ഗുരുതരമാകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ജലത്തേക്കാൾ നീരാവിയിൽ എന്തുണ്ട്? ബാഷ്പീകരണ ലീനതാപം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സെയിം താപനിലയിലുള്ള നീരാവി കൂടുതൽ അപകടകാരിയായി മാറുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് എങ്ങനെ? എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ശരിയായ ഉത്തരം ഉത്പതനം. ഓക്കെ അല്ലേ? ആറാമത്തെ ചോദ്യം, 100 ഡിഗ്രി സെൽഷ്യസിലുള്ള തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലിനേക്കാൾ 100 ഡിഗ്രി സെൽഷ്യസിനുള്ള നീരാവി കൊണ്ടുള്ള പൊള്ളൽ കൂടുതൽ ഗുരുതരമാകാൻ കാരണം എന്താണ്? നമ്മൾ നാലാമത്തെ ചോദ്യത്തിൽ പറഞ്ഞ സെയിം കാര്യമാണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ ബി നീരാവിയിൽ അടങ്ങിയിരിക്കുന്ന ഉയർന്ന ബാഷ്പീകരണ താപമാണ് 100 ഡിഗ്രി സെൽഷ്യസിലുള്ള തിളച്ച വെള്ളത്തേക്കാൾ 100 ഡിഗ്രി സെൽഷ്യസിനുള്ള നീരാവിക്ക് പൊള്ളലേൽക്കാൻ കാരണം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഉത്പാദനത്തിന് വിധേയമാകുന്ന
പദാർത്ഥങ്ങളുടെ ശരിയായ കൂട്ടം ഏതാണ്? ഏതാണ് ഉത്പാദനത്തിന് ഉദാഹരണങ്ങൾ എന്നാണ് ചോദിച്ചത്. ഏതാണ്? ഓപ്ഷൻ ബി കർപ്പൂരം, അയോഡിൻ, ഡ്രൈ ഐസ്, അമോണിയം ക്ലോറൈഡ് ആണ് അല്ലേ എക്സാമ്പിളായിട്ട് വരുന്നത്. എക്സാമ്പിളായിട്ട് കർപ്പൂരം നമുക്ക് എടുത്തു നോക്കാം. എങ്ങനെയാണ് കർപ്പൂരത്തിൻ്റെ കേസിൽ എങ്ങനെയാണ് വരുന്നത്? കർപ്പൂരം നമ്മൾ പൂജ സമയത്തൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലേ. കർപ്പൂരം കത്തിച്ച് കഴിഞ്ഞാൽ പാത്രത്തിലൊരു തുള്ളി ദ്രാവകം പോലും ബാക്കി നിൽക്കാതെ അത് മുഴുവനായിട്ട് എന്തായിട്ട് മാറും? വാതകമായിട്ട് മാറും അല്ലേ. അതാണ് ഖരരൂപത്തിലുള്ള കർപ്പൂരം ചൂടായപ്പോൾ നേരിട്ട് വാതകമായി മാറി. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ കണ്ടില്ലേ ഇതിൻ്റെ ഡെഫിനിഷൻസിൽ ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഉത്പതനം. ഓക്കെ അല്ലേ. അതിനുള്ള എക്സാമ്പിൾസ് ആണ് കർപ്പൂരം, അയോഡിൻ, ഡ്രൈ ഐസ്, അമോണിയം ക്ലോറൈഡ്. എന്താണ് ഡ്രൈ ഐസ് അറിയോ? ഡ്രൈ ഐസ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ സ്മോക്കിൻ്റെ എഫക്റ്റ് ഉണ്ടാകാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഭവമാണ് ഡ്രൈ ഐസ്. ഓക്കെ അല്ലേ. അതെന്താണ്? ഇത് സാധാരണ ഐസ് പോലെ ഉരുക്കി വെള്ളമാകില്ല. തുറന്നു വെച്ചാൽ ഇതിൽ നിന്ന് നേരിട്ട് പുക ഉയരുന്നതായിട്ട് കാണാം നമുക്ക്. അതായത് ഖരാവസ്ഥയിൽ നിന്ന് ഇത് നേരിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് വാതകമായിട്ട് മാറുകയാണ് അല്ലേ. ദ്രാവകമാകില്ല. സാധാ ഐസ് ആണെങ്കിൽ, നോർമൽ ഐസ് ആണെങ്കിൽ അത് ദ്രാവകമായിട്ട് മാറും. ഡ്രൈ ഐസ് ആണെങ്കിൽ അത് ദ്രാവകമാകില്ല. അതിന് പകരം ഖരത്തിൽ നിന്ന് നേരിട്ട് അത് വാതകമായിട്ട് മാറും. ഓക്കെ അല്ലേ. എട്ടാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ഏറ്റവും കുറഞ്ഞ ദ്രവണാങ്കമുള്ള പദാർത്ഥം ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും കുറഞ്ഞ ദ്രവണാങ്കമുള്ള പദാർത്ഥം ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? ഓപ്ഷൻ ബി ആൽക്കഹോൾ ആണ് അല്ലേ. ആൽക്കഹോൾ. എത്രയാണ് ആൽക്കഹോളിൻ്റെ ദ്രവണാങ്കം? -115 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ അല്ലേ. അതുപോലെ തന്നെ മെർക്കുറീൻ്റെ എത്രയാണ്? മെർക്കുറീൻ്റെ -39 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ അല്ലേ. സ്വർണത്തിൻ്റെ എത്രയാണ്? 1064 ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണല്ലേ. ഇത് രണ്ടും മൈനസിലാണ്. ഐസിന് എത്രയാണ് നമുക്കറിയാം? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ അല്ലേ. ഒമ്പതാമത്തെ ചോദ്യം നോക്കാം. ഒമ്പതാമത്തെ ചോദ്യം, ഒരു ദ്രാവകം അതിൻ്റെ ഉപരിതലത്തിനടുത്തുള്ള വായുവിൽ ബാഷ്പീകരിക്കപ്പെട്ട് ഒരു ജ്വലന മിശ്രിതം രൂപപ്പെടുന്ന ഏറ്റവും കുറഞ്ഞ താപനില അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ ബി ഫ്ലാഷ് പോയിൻ്റ് ആണ് അല്ലേ. ഓപ്ഷൻ ബി ഫ്ലാഷ് പോയിൻ്റ് ആണ് ശരിയായ ഉത്തരം. എന്താണ് ഈ ഫ്ലാഷ് പോയിൻറ്റും ഫയർ പോയിൻറ്റും? നമുക്ക് പഠിക്കാനുള്ളതാണല്ലേ. ഫ്ലാഷ് പോയിൻറ്റും ഫയർ പോയിൻറ്റും നമുക്ക് പഠിക്കാനുണ്ട്. ഫ്ലാഷ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സിമ്പിളായിട്ട് ഇത്ര ഓർത്ത് വയ്ക്കുക. ഒരു ഇന്ധനത്തിന് നമ്മൾ തീ കൊടുക്കുമ്പോൾ അത് ആദ്യം ഒരു മിന്നൽ പോലെ അല്ലെങ്കിൽ ഒരു ഫ്ലാഷ് പോലെ നമുക്ക് കാണും അല്ലേ. അതാണ് ഫ്ലാഷ് പോയിൻ്റ്. ആ ടെമ്പറേച്ചറാണ് ഫ്ലാഷ് പോയിൻ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഫയർ പോയിൻ്റ് എന്ന് പറഞ്ഞാലോ, നമ്മൾ വീണ്ടും ആ ഇന്ധനത്തെ ചൂടാക്കിയാൽ എന്താണ് അത് തുടർച്ചയായിട്ട് തീയായിട്ടോ അല്ലെങ്കിൽ ഒരു ഫയറായിട്ട് മാറും. ഇതാണ് ഫയർ പോയിൻ്റ്. ഇത്ര ഓർത്താൽ മതി, സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഫ്ലാഷ് പോയിൻ്റ് ആണെങ്കിൽ ഒരു മിന്നൽ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. എന്നാൽ ഫയർ പോയിൻ്റ് ആണെങ്കിൽ അവിടെ എന്താണ് തീ തുടർച്ചയായിട്ട് കത്തും. ഓക്കെ അല്ലേ. ഇത്ര പഠിച്ചാൽ മതി. പത്താമത്തെ ചോദ്യം, ഫ്ലാഷ് പോയിൻറ്റും ഫയർ പോയിൻറ്റും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? ഫ്ലാഷ് പോയിൻറ്റും ഫയർ പോയിൻറ്റും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അത് വായിച്ചു നോക്കാം. ഫ്ലാഷ് പോയിൻറ്റിൽ നിന്ന് ഇന്ധന മിശ്രിതം ഒരു നിമിഷം നേരം കത്തുന്നു. ഓക്കെ അല്ലേ, നമ്മൾ പറഞ്ഞു അല്ലേ. എന്നാൽ ഫയർ പോയിൻറ്റിൽ ഒരു ജ്വാലയുടെ സ്വാതന്ത്ര്യത്തിൽ മിശ്രിതം തുടർച്ചയായി കത്തിപ്പടർന്നു. നമ്മൾ പറഞ്ഞ പോയിൻ്റാണ് അല്ലേ. ഫ്ലാഷ് പോയിൻറ്റും ഫയർ പോയിൻറ്റുള്ള ഡിഫറൻസ് നമ്മൾ പറഞ്ഞു. 11ാമത്തെ ചോദ്യം, തന്മാത്രകളുടെ യാതൊരുവിധ സഞ്ചാരവുമില്ലാതെ അവയുടെ കമ്പനം മൂലം ഖരപദാർത്ഥങ്ങളിൽ താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി ഏതാണ്? തന്മാത്രകളുടെ യാതൊരുവിധ സഞ്ചാരവുമില്ലാതെ അവയുടെ കമ്പനം മൂലം ഖരപദാർത്ഥങ്ങളിൽ താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. കണ്ടക്ഷൻ അല്ലെങ്കിൽ ചാലനം എന്ന് പറയും അല്ലേ. 12ാമത്തെ ചോദ്യം, ദ്രാവകങ്ങളിലും വാതകങ്ങളിലും ചൂടായ തന്മാത്രകളുടെ യഥാർത്ഥ ചലനം മൂലം താപം വ്യാപിക്കുന്ന താപപ്രേക്ഷണ രീതി ഏത്? 12ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി സംവഹനം അല്ലെങ്കിൽ കൺവെൻഷൻ. ഓക്കെ അല്ലേ. 13ാമത്തെ ചോദ്യം, യാതൊരുവിധ ഭൗതിക മാധ്യമത്തിൻ്റെയും സഹായമില്ലാതെ താപകിരണങ്ങൾ നേർരേഖയിൽ സഞ്ചരിച്ച് സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് താപം എത്തുന്ന പ്രതിഭാസം ഏതാണ്? ഈ ചോദ്യം കൂടുതൽ പേർക്കും അറിയാം അല്ലേ. റേഡിയേഷൻ, വികിരണമാണ് ശരിയായ ഉത്തരം. ശരിയല്ലേ. അതായത് യാതൊരുവിധ ഭൗതിക
മാധ്യമത്തിൻ്റെയും സഹായമില്ലാതെ താപകിരണങ്ങൾ നേർരേഖയിൽ സഞ്ചരിച്ച് സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് താപം എത്തുന്ന പ്രതിഭാസത്തെയാണ് എന്തെന്ന് പറയുന്നത്? വികിരണം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? 14ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ചാലനം വഴി താപം കടത്തിവിടാത്ത കുചാലകങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് ഏതാണ്? അതായത് ലോഹം താപം നന്നായി കടത്തിവിടുന്നവയാണ് സുചാലകങ്ങൾ, കടത്തിവിടാത്തവയാണ് കുചാലകങ്ങൾ. അപ്പോൾ നമുക്ക് ചോദിച്ചത് സുചാലകങ്ങൾ ഏതാണെന്നാണ് ചോദിച്ചല്ലേ. കുചാലകങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് ഏതാണെന്ന് ചോദ്യം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സുചാലകം ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സുചാലകം എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഹങ്ങൾ താപം നന്നായി കടത്തിവിടുന്നവയാണ് സുചാലകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇതിലേതാണ് താപം കടത്തിവിടുന്നത്? ഓപ്ഷൻ ബി ആണ് അല്ലേ, ലോഹങ്ങളാണ് ശരിയായ ഉത്തരം. നമുക്കിതുവരെ പഠിച്ച ഈ ചാലനം, അതുപോലെ തന്നെ വികിരണം, സംവഹനം, ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടോ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ നമുക്കൊന്നുകൂടി നോക്കാം. എന്താണ് ചാലനം എന്ന് പറഞ്ഞാൽ? ചാലനം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സിമ്പിളായിട്ട് ഇത്ര ഓർത്ത് വയ്ക്കുക. തന്മാത്രകൾ അവയുടെ സ്ഥാനം മാറാതെ തൊട്ടടുത്തുള്ള തന്മാത്രകളിലേക്ക് താപം കൈമാറുന്ന രീതിയാണ് ചാലനം എന്ന് പറയുക. അതിനുള്ള എക്സാമ്പിൾ നമ്മൾ ചായ ഉണ്ടാക്കുന്ന സമയത്ത് പാത്രത്തിൻ്റെ ചുവട്ടിൽ തീ കത്തിക്കാറില്ലേ? ആ പാത്രത്തിൻ്റെ മുകളിലെ പിടിയിലേക്ക് ഈ ചൂട് വരും അല്ലേ? കുറച്ച് സമയം കഴിഞ്ഞാൽ ഈ പാത്രം ചൂടായിട്ട് ആ പിടിയിലേക്കും ആ ചൂട് വരാറുണ്ട്. അത് ചാലനത്തിന് ഒരു എക്സാമ്പിളാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് സംവഹനം. സംവഹനം എന്താണ്? സംവഹനം സിമ്പിളാണ്, ഒന്നുമില്ല. എന്താണ്? ചൂടായ തന്മാത്രകൾ താപവുമായിട്ട് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കുന്ന രീതിയാണ് നമ്മൾ എന്ത് പറയുന്നത്? സംവഹനം എന്ന് പറയുന്നത്. വികിരണം അതിനേക്കാൾ സിമ്പിളാണ് അല്ലേ? വികിരണം അതിനേക്കാൾ സിമ്പിളാണ്. ഒരു മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം തരംഗങ്ങളായിട്ട് സഞ്ചരിക്കുന്ന രീതിയാണ് വികിരണം എന്ന് പറയുന്നത്. ഓക്കെ. ചാലനം പൊതുവെ എവിടെ നടക്കും? ചാലനം ഖരവസ്തുക്കളിലാണ് പൊതുവെ നടക്കുക. ഓക്കെ. സംവഹനം എവിടെ നടക്കും? പൊതുവെ ഫ്ലൂയിഡ്സിലും അതുപോലെ തന്നെ അല്ലെങ്കിൽ ലിക്വിഡ്സിലുമാണ് നടക്കുക അല്ലേ? ദ്രാവകങ്ങളിലും വാതകങ്ങളിലും നടക്കും. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ വികിരണം എവിടെ നടക്കുന്നു? വികിരണം പൊതുവെ നടക്കുന്നത് ശൂന്യതയിലായിരിക്കും. ഓക്കെ അല്ലേ? വികിരണത്തിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ സൂര്യൻ്റെ താപം ഭൂമിയിലേക്ക് എത്തുന്നത്. ഇതിനുള്ള എക്സാമ്പിളാണ്. ചോദ്യം ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ, സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് താപം എത്തുന്ന പ്രതിഭാസം ഏത്? വികിരണം. ചോദ്യം വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് പഠിച്ചു വയ്ക്കാൻ. 15ാമത്തെ ചോദ്യം നോക്കാം. 15ാമത്തെ ചോദ്യം, വിവിധ ഉൽപ്പന്നങ്ങളുടെയും രാസവസ്തുക്കളുടെയും സുരക്ഷിതത്വത്തെക്കുറിച്ചും വിശദവും സമഗ്രവുമായ വിവരങ്ങൾ നൽകുന്ന സാങ്കേതിക രേഖയായ MSDSൻ്റെ പൂർണ്ണരൂപം ഏതാണ്? MSDSൻ്റെ ഫുൾ ഫോം എന്നാണ് ചോദിച്ചത്. ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ, മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റാണ് എന്തിൻ്റെ പൂർണ്ണരൂപം? MSDSൻ്റെ പൂർണ്ണരൂപം. അതെന്തിനു ഉപയോഗിക്കുന്നു? വിവിധ ഉൽപ്പന്നങ്ങളുടെയും രാസവസ്തുക്കളുടെയും സുരക്ഷിതത്വത്തെക്കുറിച്ചും വിശദവും സമഗ്രവുമായ വിവരങ്ങൾ നൽകുന്ന സാങ്കേതിക രേഖയാണ് എന്തെന്ന് പറയുന്നത്? MCDS എന്ന് പറയുന്നത്. മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഓക്കെ അല്ലേ? 16ാമത്തെ ചോദ്യം, ഒരു രാസവസ്തുവിൻ്റെ MSDSൻ്റെ പ്രാഥമികമായി ആര് തയ്യാറാക്കേണ്ട ഉത്തരവാദിത്തമാണ്? MSDSൻ്റെ തയ്യാറാക്കേണ്ടത് ആരാണെന്ന് ചോദിച്ചത്. ആരാണ്? ഒരു പദാർത്ഥം വാങ്ങുന്ന ഉപഭോക്താവാണോ? ആ ഫാക്ടറിയിലെ സെക്യൂരിറ്റി ഓഫീസറാണോ? മെറ്റീരിയലിൻ്റെ വിതരണക്കാരനോ നിർമ്മാതാവോ? ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, മെറ്റീരിയലിൻ്റെ വിതരണക്കാരനോ അതുപോലെ തന്നെ നിർമ്മാതാവാണോ MSDS ഉണ്ടാക്കേണ്ടത് അല്ലേ? MSDS ഉണ്ടാക്കേണ്ടത് ആരാണെന്ന് ചോദിച്ചാൽ മെറ്റീരിയലിൻ്റെ വിതരണക്കാരനോ അല്ലെങ്കിൽ നിർമ്മാതാവോ ആണ്. ഓക്കെ അല്ലേ? 17ാമത്തെ ചോദ്യം, സുരക്ഷാ മാനദണ്ഡങ്ങൾ പ്രകാരം ഒരു MSDSലെ വിവരങ്ങൾ പൊതുവായി എത്ര വർഷം കൂടുമ്പോഴാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്? MSDS എത്ര വർഷം കൂടുമ്പോഴാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം. എത്രയാണ്? ഒരു വർഷമാണോ? ഓരോ 2 വർഷത്തിലാണോ? ഓരോ 3 വർഷത്തിലാണോ? അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, ഓരോ 3 വർഷം കൂടുമ്പോഴും എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്തൊക്കെ കുറിച്ചു? MSDSനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു? MSDSൻ്റെ ഫുൾ ഫോം പഠിച്ചു അല്ലേ? MSDSൻ്റെ ഫുൾ ഫോം പഠിച്ചു. എന്താണ്? മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് എന്നാണ് MSDSൻ്റെ ഫുൾ ഫോം. ഓക്കെ അല്ലേ? ഇത് ആരാണ് അല്ലെങ്കിൽ തയ്യാറാക്കുക ആരാണ്?
ഇത് തയ്യാറാക്കേണ്ടത് മെറ്റീരിയലിൻ്റെ വിതരണക്കാരനോ അല്ലെങ്കിൽ നിർമ്മാതാവോ ആണ്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ഇത് എത്ര വർഷം കൂടുമ്പോൾ പുതുക്കണം? ഇത് ഓരോ 3 വർഷത്തിലും പുതുക്കണം. ഓക്കെ അല്ലേ? പിന്നെ ശ്രദ്ധിക്കേണ്ടത് മെറ്റീരിയലിനെ കുറിച്ച് പുതുതായിട്ട് എന്തെങ്കിലും സുരക്ഷാ വിവരങ്ങൾ ലഭ്യമായാൽ 3 വർഷം തികയുന്നതിന് മുമ്പ് തന്നെ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണെന്നും കൂടിയും ഓർത്ത് വെക്കണം. ഓക്കെ അല്ലേ? 18ാമത്തെ ചോദ്യം നോക്കാം. 18ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചു അല്ലേ? തെറ്റായ പ്രസ്താവന ഏതാണ്? കണ്ടെത്തുക. ഏതാണ്? ഓപ്ഷൻ എ, വികിരണം വഴി താപം പ്രേക്ഷണം ചെയ്യാൻ മാധ്യമം ആവശ്യമില്ല. ശരിയാണല്ലേ? മാധ്യമം ആവശ്യമില്ലാത്തതാണ് വികിരണം. ശരിയാണ്. ദ്രാവകങ്ങൾ ചൂടാക്കുമ്പോൾ തന്മാത്രകളുടെ ചലനം മൂലം താപം വ്യാപിക്കുന്നത് സംവഹനം വഴിയാണ്. അതും ശരിയാണ് അല്ലേ? അതുപോലെ തന്നെ ഓപ്ഷൻ സി, MSDSൽ സാധാരണ ഉൽപ്പന്ന ലേബലിനേക്കാൾ വളരെ കുറഞ്ഞ വിവരങ്ങൾ മാത്രമേ അടങ്ങിയിരിക്കുകയുള്ളൂ. തെറ്റാണ്. അതെന്താ തെറ്റാവാൻ കാരണം? MCDSൽ സാധാരണ ലേബലിനേക്കാൾ മെറ്റീരിയലിനെ കുറിച്ചിട്ടുള്ള മെറ്റീരിയലിനെ കുറിച്ചിട്ടുള്ള വിശദവും സമഗ്രവുമായ സുരക്ഷാ വിവരങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. കുറവല്ല കേട്ടോ, കൂടുതലാണ്. ഇവിടെ തെറ്റാണ്, ഇവിടെ കൂടുതലാണ് ശരിയായത്. ഓക്കെ അല്ലേ? 19ാമത്തെ ചോദ്യം നോക്കാം. താഴെ നൽകിയിരിക്കുന്ന താപപ്രേക്ഷണ രീതികളെ അവയുടെ സവിശേഷതകളുമായിട്ട് ശരിയായിട്ട് ജോഡി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? ചാലനം ഏതാണ്? ചാലനം വരുന്നത് തന്മാത്രകളുടെ സഞ്ചാരമില്ലാത്ത കമ്പനം വഴിയാണ് ചാലനം വരുന്നത് അല്ലേ? ശരിയല്ലേ? അപ്പോൾ ഒന്ന് ബിയിലോട്ട് പോവും. സംവഹനം എന്താണ്? ഇവിടെ ഖരവസ്തുക്കൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചാലനമാണെന്ന് മനസ്സിലാവും അല്ലേ? പിന്നെ അടുത്ത സംവഹനം എന്താണ്? തന്മാത്രയുടെ ചലനം വഴി ദ്രാവകങ്ങളിലും വാതകങ്ങളിലും നടക്കുന്നത് സംവഹനം. 1 ബി, 2 സി. 3ാമത്തത് വികിരണമാണ്. മാധ്യമം ആവശ്യമില്ല. നേർരേഖയിലുള്ള സഞ്ചാരം അല്ലേ? അപ്പം 3 എ. 1 ബിയും 2 സിയും 3 എയും വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ ഏതാണ്? എ ആണ് അല്ലേ? അപ്പോൾ ശരിയായ ഉത്തരം എ ആണ്. 20ാമത്തെ ചോദ്യം നോക്കാം. 20ാമത്തെ ചോദ്യം, തീക്ക് ഭക്ഷിക്കാനുള്ള വസ്തുവിനെ ഇല്ലായ്മ ചെയ്തു തീയെ പട്ടിണിക്കിടുക എന്നത് ഏത് അഗ്നിശമന രീതിയാണ് സൂചിപ്പിക്കുന്നത്? ഏതാണ്? ഇതിൻ്റെ ആൻസർ നോക്കുന്ന മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതായത് സ്മോദറിങ്ങും അതുപോലെ തന്നെ സ്റ്റാർവേഷനും കൂളിങ്ങും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങളാണ്. ഇത് 3 കാര്യങ്ങൾ പഠിച്ചാൽ ഇനിയുള്ള അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കത് പഠിച്ച് അല്ലെങ്കിൽ എന്താണ് മനസ്സിലാക്കിയിട്ട് പോവാം. നമുക്ക് ഫയർ ട്രയാങ്കിളിനെ കുറിച്ച് അറിയാം അല്ലേ? നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഫയർ ട്രയാങ്കിൾ അല്ലേ? ഇതിൽ ഒരു ഫയറിന് ആവശ്യമായ 3 സാധനങ്ങളാണ് അല്ലേ? ഒരു തീ ഉണ്ടാവാൻ ആവശ്യമായിട്ടുള്ള 3 കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇവിടെ എന്ത് പറയുന്നു? ഇന്ധനം പറയുന്നു അല്ലേ? ഇന്ധനം. അതുപോലെ തന്നെ അടുത്തത് ഏതാണ്? ഇന്ധനം കഴിഞ്ഞാൽ അടുത്തത് ഓക്സിജൻ ആണ് അല്ലേ? തീ കത്താൻ ആവശ്യമായ 3 സാധനങ്ങളാണ് ഇന്ധനം, ഓക്സിജൻ, അതുപോലെ തന്നെ താപം. ഓക്കെ അല്ലേ? നമ്മുടെ മനുഷ്യൻ്റെ പോലെ തന്നെ എന്താണ്? ഓക്സിജൻ ഉണ്ടായാലേ ഫയർ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ ഇന്ധനത്തെ നമുക്ക് ഭക്ഷണം കൂടി ഓർക്കാൻ വേണ്ടി ഓർക്കാം. അതായത് ഫയറിൻ്റെ ഭക്ഷണമാണ് ഇന്ധനം. അതുപോലെ തന്നെ താപം, കൂടുതലായിട്ട് തീ ഉണ്ടാവാൻ എന്ത് വേണം? താപം കൊടുത്തേ മതിയാവൂ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഈ 3 ടൈമും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? അതിൽ ഒന്നാമത്തതാണ് സ്റ്റാർവേഷൻ. ഒന്നാമത്തെ സ്മോദറിങ് ആണ് അല്ലേ? സ്മോദറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോദറിങ്ങിൻ്റെ അർത്ഥം എന്താണ്? സ്മോദറിങ് എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടിക്കുക എന്നാണ് സ്മോദറിങ്ങിൻ്റെ അർത്ഥം. അപ്പോൾ ശ്വാസം മുട്ടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിജൻ കൊടുക്കാതെ എന്നാണ് അർത്ഥം അല്ലേ? ഓക്സിജൻ കൊടുക്കാതെ ശ്വാസം മുട്ടിക്കുക എന്നാണ് സ്മോദറിങ്ങിൻ്റെ അർത്ഥം. അതുതന്നെയാണ് ആ പ്രോസസ്സ് എന്ന് പറയുന്നതും. അതായത് അവിടുത്തെ ഓക്സിജനെ റിമൂവ് ചെയ്തുകൊണ്ട് അവിടുത്തെ തീ കെടുത്തുന്ന രീതിയാണ് സ്മോദറിങ്. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് എന്ത് പറയാം? ഒരു വ്യക്തിക്ക് തീ പിടിച്ചെന്ന് കരുതുക. ആ സമയത്ത് നമ്മളെന്ത് ചാക്ക് കൊണ്ട് മൂടുന്നു കണ്ടിട്ടുണ്ട് അല്ലേ? ആ സമയത്ത് എന്താ? അവിടുത്തെ ഓക്സിജൻ റിമൂവ് ആക്കി, ഓക്സിജനുമായിട്ടുള്ള കണക്ഷൻ ഒഴിവാക്കി അല്ലേ? അതാണ് സ്മോദറിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് സ്റ്റാർവേഷൻ. ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? സ്റ്റാർവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സിമ്പിളായിട്ട് മനസ്സിലാവും. സ്റ്റാർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പട്ടിണിക്കിടുക എന്നാണ് അർത്ഥം അല്ലേ? സ്റ്റാർവേഷൻ എന്ന് പറഞ്ഞാൽ പട്ടിണിക്കിടുക. എങ്ങനെയാണ് ഒരു വ്യക്തിയെ പട്ടിണിക്കിടുക? നമ്മൾ ഭക്ഷണം കൊടുക്കാതെ. അതുപോലെ തന്നെ ഫയറിൻ്റെ കേസിലും പട്ടിണിക്കിടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കേസിൽ ഭക്ഷണം എന്ന് പറയുന്നത് ഇന്ധനമാണ്. അപ്പോൾ ഇന്ധനം കൊടുക്കാതെ ഫയറിനെ പട്ടിണിക്കിടുക എന്നതാണ് സ്റ്റാർവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് എങ്ങനെ പറയാം? ഇപ്പോൾ ഒരു ഗ്യാസ് തീ കത്തുന്ന സമയത്ത് നമുക്ക് ആ തീ കെടുത്താൻ വേണ്ടിയിട്ട് ഗ്യാസ് ഒന്ന് ഓഫാക്കിയാൽ മതി. അതായത് തീ കത്താനുള്ള ഇന്ധനം എന്ന് പറയുന്നത് നമ്മുടെ കേസിൽ ഗ്യാസാണ്. ആ ഗ്യാസിനെ അവിടെ നിന്ന് റിമൂവ് ആക്കിയിട്ട് തീയിനെ പട്ടിണിക്കിട്ടു. അതാണ് സ്റ്റാർവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ നമുക്ക് പറയാം. നമ്മളിപ്പോൾ ഒരു കാട്ടുതീ ഉണ്ടാവുക. ഇത് നമ്മുടെ വൈക്കോലാണ് വിചാരിക്കുക. ഓക്കെ, വൈക്കോൽ പടർന്ന് ഇരിക്കുകയാണ് വിചാരിക്കുക. ഈ സമയത്ത് അവിടെ ഒരു കാട്ടുതീ ഉണ്ടാകുന്നു. ഓക്കെ, ഈ കാട്ടുതീ ഇതുവരെ പടർന്ന് പിടിച്ചു. ഓക്കെ,
തീ ഇതുവരെ പടർന്നു പിടിച്ചു. ആ സമയത്ത് നമുക്ക് തീ കെടുത്താൻ വേണ്ടി എന്ത് ചെയ്യാം? ഈ കേസിൽ ഇന്ധനം എന്ന് പറയുന്നത് വൈക്കോലാണല്ലേ. ആ വൈക്കോൽ നമ്മൾ ഇവിടെ റിമൂവ് ആക്കുക. അപ്പോൾ എന്താണ്? ഇതോടെ ആ തീ പടരുന്നത് നിന്നു അല്ലേ. അതും ഭക്ഷണം കൊടുക്കാതെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സ് പോലെയല്ലേ. ഇന്ധനം അവിടെ നിന്ന് റിമൂവ് ആക്കുക, അതോടെ ആ തീ പടർന്നത് നിന്നു. ആ പ്രോസസ്സിനാണ് സ്റ്റാർവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഈ പ്രോസസ്സിനാണ് സ്റ്റാർവേഷൻ എന്ന് പറയുന്നത്. ഇനി നോക്കാനുള്ളത് കൂളിംഗ് ആണ്. കൂളിംഗ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ സിമ്പിളാണ്. കൂളിംഗ് ചെയ്യുക, തണുപ്പിച്ച് ഫയറിനെ കെടുത്തുന്ന രീതിയാണ് കൂളിംഗ് എന്ന് പറയുന്നത്. വെള്ളമാക്കിയിട്ട് തീ കെടുത്തുന്ന രീതിയാണ് കൂളിംഗ്. ഒന്നുമില്ല അല്ലേ, സിമ്പിളായിട്ട് പറയാം. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. സ്മോദറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോദറിംഗ് എന്ന് പറഞ്ഞാൽ ഓക്സിജനെ ഇല്ലാതാക്കുക, ഓക്സിജനെ റിമൂവ് ചെയ്യുക അവിടെ നിന്ന്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ കൂളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ ഹീറ്റ് റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ അവിടുത്തെ തണുപ്പിക്കുക. ഓക്കെ, ആ ഫയറിനെ തണുപ്പിച്ച് ഇല്ലാതാക്കുക. പിന്നെ സ്റ്റാർവേഷൻ, റിമൂവൽ ഓഫ് ഫ്യൂവൽ അല്ലെങ്കിൽ ഇന്ധനം, അല്ലെങ്കിൽ ഒന്നും ഇങ്ങനെ ആലോചിച്ചാൽ മതി. സ്റ്റാർവേഷൻ എന്ന് പറഞ്ഞാൽ പട്ടിണിക്കിടുക എന്നാണ് അർത്ഥം. പട്ടിണിക്കിടണമെങ്കിൽ അവിടെ ഭക്ഷണം കൊടുക്കാതിരിക്കണം. ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ കേസിൽ എന്താണ്? ഇന്ധനമാണ്. അപ്പോൾ അതിനെ ഒഴിവാക്കുക, അതായത് ഫ്യൂവലിനെ ഒഴിവാക്കുന്ന പ്രോസസ്സാണ് സ്റ്റാർവേഷൻ. ഇത്രേ ഉള്ളൂ കേട്ടോ. ഈ 3 ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ഇനിയുള്ള അങ്ങോട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കുമ്പോൾ എല്ലാം കിട്ടും. കാട്ടുതീ പടരാതിരിക്കാൻ ഇടയിലുള്ള കാടുകൾ വെട്ടിമാറ്റി ഫയർ ബ്രേക്ക് നിർമ്മിക്കുന്നത് ഏത് തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമ്മൾ പറഞ്ഞല്ലോ, ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? 21ാമത്തെ ആൻസർ സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. സ്റ്റാർവേഷൻ ആണല്ലേ. പട്ടിണിക്കിടുക നമ്മൾ പറഞ്ഞു അല്ലേ, തീനെ പട്ടിണിക്കിടുന്നതിന് എക്സാമ്പിളാണ് അത്. 22ാമത്തെ ചോദ്യം, കത്തുന്ന ഇന്ധനത്തിൻ്റെ സമീപത്ത് നിന്ന് ഓക്സിജൻ്റെ അളവ് കുറയ്ക്കുകയോ വായുവുമായുള്ള സമ്പർക്കം പൂർണ്ണമായി ഒഴിവാക്കുകയോ ചെയ്യുന്ന രീതി ഏതാണ്? ഓക്സിജൻ്റെ ഇത് കുറയ്ക്കുന്നത് ഏതാണ്? റെഡ്യൂസിങ് പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ. ഏതാണ് ശരിയായ ഉത്തരം? സ്മോദറിങ് ആണല്ലേ, ശമിപ്പിക്കൽ. സ്മോദറിങ്ങിൻ്റെ മലയാളമാണ് ശമിപ്പിക്കൽ. ഓക്കെ അല്ലേ? സ്റ്റാർവേഷൻ നമ്മൾ പറഞ്ഞു. സ്റ്റാർവേഷൻ എന്തായിരുന്നു? റിമൂവൽ ഓഫ് ഫ്യൂവൽ. റിമൂവൽ ഓഫ് ഫ്യൂവലാണ് സ്റ്റാർവേഷൻ. കൂളിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കൂളിംഗ് എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് ഹീറ്റ്. ശമിപ്പിക്കൽ അല്ലെങ്കിൽ സ്മോദറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെഡ്യൂസിങ് പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ. ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളൂ പഠിക്കാൻ. സിമ്പിളായിട്ട് ഇത്ര പഠിച്ചു വെച്ചാൽ മതി, പിന്നെ നമുക്ക് കിട്ടും. 23ാമത്തെ ചോദ്യം, ഒരാളുടെ ശരീരത്തിൽ തീ പിടിച്ചാൽ ഉടൻ തന്നെ കമ്പിളി അല്ലെങ്കിൽ ചാക്ക് കൊണ്ട് മൂടി തീ കെടുത്താൻ പറയാറുണ്ട്. ഇത് ഏത് അഗ്നിശമന രീതിയാണ്? ഏതാണ്? നമ്മൾ പറഞ്ഞു ഇവിടെ എന്താ ചെയ്യുന്നത്? റെഡ്യൂസിങ് പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ ആണല്ലേ. റെഡ്യൂസിങ് പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ കുറയ്ക്കുന്നതിനാണ് ഇത്. ഏതാണ്? സ്മോദറിങ് ആണ് ആൻസർ അല്ലേ. ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി, സ്മോദറിങ് ആണ്. 24ാമത്തെ ചോദ്യം, തീ അണയ്ക്കുന്നതിനുള്ള ഏറ്റവും സാധാരണവും എളുപ്പമുള്ളതുമായ മാർഗ്ഗമായ വെള്ളം സ്പ്രേ ചെയ്യുക എന്നത് ഏത് അഗ്നിശമന രീതിയാണ് ഉൾപ്പെടുന്നത്? വെള്ളം സ്പ്രേ ചെയ്യുക ഏതാണ്? കൂളിംഗ്. എല്ലാവർക്കും അറിയില്ലേ? 24ൻ്റെ ആൻസർ ഓപ്ഷൻ സി, കൂളിംഗ് ആണ് ശരിയായ ഉത്തരം. 25ാമത്തെ ചോദ്യം നോക്കാം. കത്തുന്ന വസ്തുവിലെ താപത്തെ കുറച്ച് അതിൻ്റെ ഊഷ്മാവിനെ ജ്വലന ഊഷ്മാവിന് താഴെ എത്തിച്ച് തീ കെടുത്തുന്ന രീതി ഏതാണ്? താപത്തെ കുറച്ച് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ്? റിമൂവൽ ഓഫ് ഹീറ്റ് അല്ലേ. റിമൂവൽ ഓഫ് ഹീറ്റ് ഏതാണ് വരുന്നത്? കൂളിംഗ്. തണുപ്പിക്കൽ, കൂളിംഗ്. ഓക്കെ അല്ലേ? 26ാമത്തെ ചോദ്യം, പാത്രങ്ങളിൽ പാചകം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തീപിടുത്തം പാത്രത്തിൻ്റെ അടപ്പ് കൊണ്ട് മൂടിക്കെടുത്തുന്നത് ഏത് അഗ്നിശമന രീതിക്ക് ഉദാഹരണമാണ്? ഏതാണ്? ഈ കേസ് അല്ലെങ്കിൽ ഈ എക്സാമ്പിൾ വായിക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാവുക? ഈ കണ്ടീഷൻ വായിക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? തീപിടുത്തം കൊണ്ട് അടപ്പ് മൂടുക എന്ന് പറയുമ്പോൾ അവിടുത്തെ ഓക്സിജൻ റിമൂവ് ചെയ്യാനല്ലേ. ഓക്സിജൻ റിമൂവ് ചെയ്യുന്നത് ഏതാണ്? സ്മോദറിങ് അല്ലേ. ഓപ്ഷൻ ബി ആണ് 26. ഇനി 27ാമത്തെ ചോദ്യം നോക്കാം. തീ തുടർച്ചയായി പടരുന്നതിന് കാരണമായ രാസശൃംഖല പ്രതിപ്രവർത്തനം തടസ്സപ്പെടുത്തി തീ നിയന്ത്രണ വിധേയമാക്കുന്ന രീതി ഏതാണ്? രാസശൃംഖല പ്രതിപ്രവർത്തനം തടസ്സപ്പെടുത്തി തീ നിയന്ത്രണ വിധേയമാക്കുന്ന രീതി ഏതാണ്? ഇൻഹിബിഷൻ ആണല്ലേ, ഇൻഹിബിഷൻ. 28ാമത്തെ ചോദ്യം, ഡ്രൈ കെമിക്കൽ പൗഡർ, ഹാലോൺ തുടങ്ങിയ അഗ്നിശമനികൾ തീ കത്തുമ്പോൾ ഉണ്ടാകുന്ന കെമിക്കൽ ചെയിൻ റിയാക്ഷനെ നേരിട്ട് തടസ്സപ്പെടുത്തുന്നു. ഇത് ഏത് രീതിയാണ് എന്നാണ് ചോദിച്ചത്. ഏതാണ്? നമ്മളിപ്പോൾ പറഞ്ഞ രീതിയാണല്ലേ, ഇൻഹിബിഷൻ ഓഫ് ചെയിൻ റിയാക്ഷൻ. ഓപ്ഷൻ ഡി ആണ്.
29ാമത്തെ ചോദ്യം, അടഞ്ഞ മുറികളിലും ലബോറട്ടറികളിലും ഉണ്ടാകുന്ന അഗ്നിബാധ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള അലസവാതകങ്ങൾ ഉപയോഗിച്ച് നിയന്ത്രിക്കുന്നത് ഏത് തത്വപ്രകാരമാണ്? 29ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, ഓക്സിജൻ്റെ ലഭ്യത തടയൽ അല്ലെങ്കിൽ സ്മോദറിംഗ് ആണ്. 30ാമത്തെ ചോദ്യം, പാത്രങ്ങളിൽ പാചകം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തീപിടുത്തം പാത്രത്തിൻ്റെ അടപ്പ് കൊണ്ട് മൂടി കെടുത്തുന്നത് ഏത് അഗ്നിശമന രീതിക്ക് ഉദാഹരണമാണ്? നമ്മൾ പറഞ്ഞതാണല്ലേ ഉത്തരം. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻ്റായിട്ട് പറയണം. ഇത് ഏതാണെന്ന് നിങ്ങൾ കമൻ്റായിട്ട് പറയണം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇതുവരെ പഠിച്ച ഒരു ചോദ്യം കൂടി ഉണ്ട് അല്ലേ? 31ാമത്തെ ചോദ്യം, താഴെ നൽകിയിരിക്കുന്ന അഗ്നിശമന രീതികളെ അവയുടെ പ്രധാന ഉദാഹരണങ്ങളുമായി ശരിയായി ജോഡി ചേർക്കുക. വെള്ളം സ്പ്രേ ചെയ്യുക, കാണുമ്പോഴത്തേ നമുക്ക് മനസ്സിലായി കൂളിംഗ് ആണ്. നമുക്ക് അറിയുന്നത് ആദ്യം ചെയ്തു പോവാം. 3 ബി ആണ്, നമുക്ക് മനസ്സിലായി. സ്റ്റാർവേഷൻ ഏതാണ്? ചാക്കോ കമ്പിളിയോ കൊണ്ട് മൂടുക, അതാണോ? അല്ലല്ലേ. സ്റ്റാർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പട്ടിണിക്കിടുക എന്നതാണ് അർത്ഥം. പട്ടിണിക്കിടുക, ഇന്ധനം കൊടുക്കാതിരിക്കുക, അതാണ്. ഗ്യാസ് സിലിണ്ടർ ഓഫ് ചെയ്യുക അല്ലെങ്കിൽ ഫയർ ബ്രേക്ക്. 1 ഡി ആണ് അല്ലേ? 1 ഡി ആണ്. സ്മോദറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോദറിങ് എന്ന് പറഞ്ഞാൽ ചാക്കോ കമ്പിളിയോ കൊണ്ട് മൂടുക, അതായത് റിമൂവൽ ഓഫ് ഹീറ്റ്. 2 എ ആണ്. 4 ഇൻഹിബിഷൻ ഏതാണ്? കത്തുന്ന കെമിക്കൽ ചെയിൻ റിയാക്ഷൻ തടയുക. അപ്പോൾ ഏതാണ്? 4 സി ആയിട്ട് വരും. 1 ഡി വരുന്നത് ഇതും 1 ഡി. ഓക്കെ. 2 എ, ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഓക്കെ അല്ലേ? 32ാമത്തെ ചോദ്യം, അഗ്നിശമന മാർഗങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? സ്റ്റാർവേഷൻ ഏതൊക്കെയാണ്? ഇന്ധനത്തെ നീക്കം ചെയ്യുക ആണോ? സ്റ്റാർവേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പട്ടിണിക്കിടുക എന്നാണ് അല്ലേ? അപ്പോൾ ഇന്ധനത്തെ നീക്കം ചെയ്യുക എന്നാണോ? യെസ്, ഇന്ധനത്തെ നീക്കം ചെയ്യുക എന്നാണ്. സ്മോദറിങ് ഏതാണ്? സ്മോദറിങ് എന്ന് പറഞ്ഞാൽ ഓക്സിജനെ നീക്കം ചെയ്യുക എന്നാണോ? യെസ്, ശരിയാണല്ലേ. ഓക്സിജനെ നീക്കം ചെയ്യുക എന്നതാണ് ശരിയാണ്. കൂളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? താപത്തെ നീക്കം ചെയ്യുക, അതും ശരിയാണല്ലേ. റിമൂവൽ ഓഫ് ഹീറ്റ്. അപ്പോൾ 3ഉം ശരിയാണ്. അപ്പോൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി. 1ഉം 2ഉം 3ഉം എല്ലാം ശരിയാണ്. നമ്മൾ ഇതുവരെ പഠിച്ച, അതായത് മുന്നത്തെ ക്ലാസ്സിലും ഇന്നൊക്കെ പഠിച്ച കുറച്ച് കാര്യങ്ങൾ നമുക്ക് റിവിഷൻ ചെയ്യാം. ഓക്കെ, റിവിഷൻ ചെയ്താലേ അതൊക്കെ ഓർമ്മ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് റിവിഷൻ ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഫയർ ട്രയാങ്കിൾ. അത് ഓർമ്മ വേണം കേട്ടോ. ഫയർ ട്രയാങ്കിളിൽ 3 കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഫ്യൂവലായിരുന്നു ഒന്നില്ലേ, ഫ്യൂവൽ. അതുപോലെ തന്നെ ഓക്സിജൻ, അതുപോലെ തന്നെ ഹീറ്റ് അല്ലേ. ഈ 3 കാര്യങ്ങളാണ് ഒരു ഫയർ നടക്കാൻ ആവശ്യം. ഓക്കെ അല്ലേ? ഇതിൽ ഏതെങ്കിലും ഒന്നും ഇല്ലെങ്കിൽ അവിടെ ഫയർ നടക്കില്ല. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ പഠിച്ചു ബോയിൽ നിയമവും ചാൾസ് നിയമവും പഠിച്ചു. ഇമ്പോർട്ടൻ്റ് ആണ്. ബോയിൽ നിയമം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ബോയിൽ നിയമത്തിൻ്റെ പഠിക്കാൻ സിമ്പിളാണ്. എന്താണ്? ടെമ്പറേച്ചർ അവിടെ കോൺസ്റ്റൻ്റ് ആണ്. എന്നിട്ട് എന്ത് സംഭവിക്കും? വ്യാപ്തവും അതുപോലെ തന്നെ മർദ്ദവും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണല്ലേ. വ്യാപ്തവും മർദ്ദവും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞിട്ട് ചാൾസ് നിയമം പഠിച്ചു. ചാൾസ് നിയമം എന്തായിരുന്നു? ചാൾസ് നിയമം സിമ്പിളാണ്. ചാൾസ് നിയമം എന്താണ്? മർദ്ദമാണ് കോൺസ്റ്റൻ്റ് അല്ലേ. മർദ്ദം, പ്രഷർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. വ്യാപ്തവും ഊഷ്മാവും ആയിരിക്കും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ പഠിച്ചതാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചൊരു കാര്യമാണ് താപം എന്നാൽ എന്ത്. താപം എന്ന് പറഞ്ഞാൽ എന്താണ്? തന്മാത്രകളുടെ ആകെ ഗതികോർജ്ജത്തെയാണ് താപം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഊഷ്മാവ് എന്താണ് പറഞ്ഞിരുന്നു? ഊഷ്മാവ് എന്ന് പറഞ്ഞാൽ തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജത്തെയാണ് ഊഷ്മാവ് എന്ന് പറയുന്നത്. താപത്തെക്കുറിച്ചുള്ള പഠനം പറഞ്ഞിരുന്നു തെർമോഡൈനാമിക്സ് എന്നായിരുന്നു. തെർമോഡൈനാമിക്സ് എന്നാണ് താപത്തെക്കുറിച്ചുള്ള പഠനം. തെർമോഡൈനാമിക്സ്. ഓക്കെ അല്ലേ? തെർമോഡൈനാമിക്സ് എന്നായിരുന്നു താപത്തെക്കുറിച്ചുള്ള പഠനം. ഓക്കെ. താപത്തിൻ്റെ SI യൂണിറ്റ്, താപോർജ്ജത്തിൻ്റെ SI യൂണിറ്റ് എന്തായിരുന്നു? ജൂൾ ആയിരുന്നു അല്ലേ. ജൂൾ ആയിരുന്നു താപോർജ്ജത്തിൻ്റെ SI യൂണിറ്റ്. പിന്നെ ഒരു കലോറി എന്ന് പറയുന്നത് എത്ര ജൂളായിരുന്നു? ഒരു കലോറി എന്ന് പറയുന്നത് എത്ര ജൂളായിരുന്നു? 4.18 ജൂളായിരുന്നു. അല്ലെങ്കിൽ നോർമലായിട്ട് 4.2 എന്നും പറയാറുണ്ട്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ കലോറി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു ഗ്രാം വസ്തുവിനെ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ താപത്തെയാണ് ഒരു കലോറി എന്ന് പറയുന്നത്. അത്രയാണ്. പിന്നെ നമുക്ക് എന്തൊക്കെ പഠിക്കണം? പിന്നെ നമ്മൾ ഇന്ന് പഠിച്ച 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. കൂളിംഗ് പഠിച്ചു അല്ലേ. കൂളിംഗ് പഠിച്ചു, സ്റ്റാർവേഷൻ പഠിച്ചു, സ്മോദറിങ് പഠിച്ചു. ഈ 3 കാര്യങ്ങളാണ് ഇന്ന് പഠിച്ചത്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചത്. ഓക്കെ. എന്താണ് കൂളിംഗ്? തണുപ്പിക്കുക അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഹീറ്റ്. ഓക്കെ. സ്റ്റാർവേഷൻ പട്ടിണിക്കിടുക, അവിടെ എന്താണ്? റിമൂവൽ ഓഫ് ഫ്യൂവലിനെ റിമൂവ് ചെയ്യുക. സ്മോദറിങ് ഓക്സിജൻ കൊടുക്കാതിരിക്കുക അല്ലേ. എന്താണ്? റെഡ്യൂസിങ് ഓഫ് പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ
പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇന്നലെ പഠിച്ച കാര്യങ്ങളും കുറച്ച് റിവിഷൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് റിവിഷൻ ചെയ്യുക. പിന്നെ മോക്ക് ടെസ്റ്റൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ അല്ലേ?